ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് ഒരു ബീഫ് റോസ്റ്റ്, അതായത് ബീഫ് പെരള എങ്ങനെ വെക്കാനുള്ളതാണ്. നല്ല കുറുകി കിട്ടും, നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് ബീഫ് സിമ്പിളായിട്ട് ഒറ്റ പരിപാടിയോട് കുക്കറിൽ ജസ്റ്റ് വേവിച്ചെടുക്കുന്ന രീതി അങ്ങനെ എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞങ്ങൾക്ക് സാധനങ്ങളാണ് ഇവയൊക്കെ. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് അത്യാവശ്യമാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചതച്ചിട്ടെടുത്തിട്ട് വരണം. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക്, അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇല, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണം. പിന്നെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് തന്നെയാണല്ലോ. ബീഫ് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാറ്റി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ അതിനായിട്ട് വേണ്ട സവാളയും തക്കാളിയും ഉണ്ടത്. ഒരു സവാള ഇട്ടാൽ ഒരു രസം ഉണ്ടാവില്ല. ഒരു മീഡിയം സൈസുള്ള 2 സവാള, 2 തക്കാളി മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നല്ല ഞാൻ ഒഴിച്ചത് ഓയിൽ ആയിരുന്നു. എന്നിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ബീഫിന് അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടാണിത്. അത് അരിഞ്ഞ് വെച്ച് നല്ലപോലെ ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റുന്ന വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നല്ലപോലെ ഇറക്കി കൊടുക്കണം കേട്ടോ. ചിലവരൊക്കെ സവാള പെട്ടെന്ന് വേണം വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള 2-3 മുളക്, പച്ചമുളക്, അത് നമുക്കൊന്ന് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി ഇട്ട് കൊടുത്താലും വിഷയമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിവേപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കരിവേപ്പിൻ്റെ അത്യാവശ്യമാണ്. പിന്നെ കരിവേപ്പിൻ്റെ പുറമെ ഞാൻ ഇക്കൂട്ടത്തിൽ ഒരു വയനയില ഇട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അവൈലബിൾ ആണോ എന്നറിയില്ല, ചിലവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് ഒരിക്കലും ഒരു നിർബന്ധമുള്ള കേസല്ല, അതൊരു ഓപ്ഷണലാണ്. നമുക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു വയനയിലും കൂടി ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കരിവേപ്പിൻ്റെ മതി. കരിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സ്മെല്ല് നമുക്ക് ഉഷാറായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് കരിവേപ്പിൻ്റെ മസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിലുള്ള 2 തക്കാളി ആയിരുന്നു നമ്മൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഒരു 4-5 കഷ്ണങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളിലോട്ട് നമ്മൾ നേരത്തെ ആദ്യം സൈസ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളിൻ്റെ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ല, അതിന് മുന്നേ ചേർത്ത് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സവാളയും തക്കാളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിൻ്റെ ഒരു പച്ച കുത്തുമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അതിന് മെയിനാണ് മല്ലിപ്പൊടി. അത്യാവശ്യം ഇട്ടാൽ തന്നെ നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഈ പൊടി പരിപാടി എനിക്ക് നടക്കാത്തതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചത്. കാരണം ഞാൻ പൊടികളൊക്കെ ചേർത്താൽ അറിയാൻ കുറവായിരിക്കും. അതുകൊണ്ട് മറുപടിയാണ് ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ നോക്കുന്നത്. അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 2-3-4 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അത് നമുക്കൊരു ആവശ്യത്തിന് 1-1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് 2-3 സ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്ത കാര്യം മറക്കരുത്. എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് മുളക് പൊടി അത് ഓർക്കാട്ടോ. പിന്നെ ചേർത്തിട്ടുള്ളത് ഉപ്പാണ്. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചിക്കനും കൂടെ ബീഫും കൂടെ നമ്മൾ അതിനോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ എളുപ്പത്തിലുള്ളൊരു ബീഫ് ഗ്രേവിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ മസാല നമുക്ക് പിടിച്ച ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ബീഫ് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർക്കാവുള്ളൂ. കാരണം ബീഫിന് പിന്നീട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ 1 ഗ്ലാസോളം വെള്ളമാണ് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിന് അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ. ഈ ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിലോളം നമുക്കത് വരാൻ വേണ്ടി വരുന്നത്. നമ്മൾ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ വിസിലിന് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വേവ് കൊണ്ടുവന്നുണ്ടെങ്കിൽ കുറച്ച് വേവാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് വിസിൽ വരുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറി. അടിപൊളിയാണ്. ഞാൻ കാണിച്ചതിൻ്റെ ഗ്രേവി കിടക്കുന്നത് കണ്ടോ. അടിപൊളി ഉഷാർ ഗ്രേവിയാണ്. അതിൻ്റെ ടേസ്റ്റ് ചെയ്യും. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്തോണ്ട്. ചിക്കൻ ബീഫ് എന്ന് പറഞ്ഞാൽ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇത്രയും എണ്ണ വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പത്തിരിയായിരുന്നു. പത്തിരി നല്ല ബീഫ് റോസ്റ്റ് നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തതായിട്ടാണ്. അതുപോലെ തന്നെ പൊറോട്ടയും കൂടി ആണെങ്കിൽ അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം. എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ആർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.